ശബരിമല തന്ത്രിയെ ചോദ്യം ചെയ്തു. അതുമായി ബന്ധപ്പെടുത്തി സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ശബരിമല തന്ത്രിയുടെ ബിനാമിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി പരികർമ്മി ഏറ്റവും ലോവസ്റ്റ് പോസ്റ്റാണ്. പിന്നെ കർമ്മി, പിന്നെ ഉപശാന്തി, അല്ലെങ്കിൽ പിന്നെ കീഴ്ശാന്തി, അല്ലെങ്കിൽ മേൽശാന്തി, അങ്ങനെ പോകുന്നു. പിന്നെ തന്ത്രി. പരികർമ്മിയായി ശബരിമലയിൽ വന്ന ഉണ്ണികൃഷ്ണന്റെ മാൽ പ്രാക്ടീസുകളെല്ലാം മനസ്സിലാക്കി ഉണ്ണികൃഷ്ണനെ അവിടെ ഇട്ട് വളർത്തിയത് തന്ത്രിയാണ്. തന്ത്രിയോട് ഒരുപാട് പേര് ചെന്ന് പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു കള്ളനെ ഇവിടെ ഇട്ട് വളർത്തരുത്. അപ്പോഴും വളർത്തുകയും പരാതികൾ കൂടിയപ്പോൾ, മറ്റ് കീഴ്ശാന്തിമാരുടെയും മേൽശാന്തിമാരുടെയും പരാതികൾ കൂടിയപ്പോൾ ഉണ്ണികൃഷ്ണനെ അവിടെ നിന്ന് പുറത്താക്കും പോലെ മാറ്റിയിട്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കീഴ്ശാന്തിയായി കൊണ്ടുപോകുന്നത് അയ്യപ്പ ക്ഷേത്രത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശം ഒരു 10 വർഷത്തോളം മറ്റൊരു സ്ഥലത്ത് കീഴ്ശാന്തിയായി മേൽശാന്തിയായിട്ടൊക്കെ ജോലി ചെയ്താൽ അവർക്ക് ശബരിമലയിലെ മേൽശാന്തിയായി വരാം, അതിൽ മത്സരിക്കാം. അങ്ങനെ മത്സരം മീൻസ് അതിനകത്ത് പേര് കൊടുക്കാം. അങ്ങനെ പേര് കൊടുത്ത് മേൽശാന്തിയാക്കിയോ കീഴ്ശാന്തിയാക്കിയോ ശബരിമലയിൽ ഉണ്ണികൃഷ്ണനെ പോറ്റിയെ കൊണ്ടുവരിക. അതിലൂടെ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റുക. സ്വർണ്ണമല്ല, ഈ കാര്യങ്ങളെല്ലാം സ്വത്ത് അടിച്ചു മാറ്റുക. അങ്ങനെ ശബരിമലയിൽ അടിച്ചു മാറ്റാൻ പറ്റിയാൽ അതിനെ തുടർന്ന് കേരളത്തിലെ കഴിയുന്നത്ര വലിയ ക്ഷേത്രങ്ങളിലെല്ലാം കൊടിമരം, വാജിവാഹനം, അതുപോലെ തന്നെ കട്ടള, പിന്നെ വാതിൽ, വിഗ്രഹം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും സ്വർണം പൂശിയിട്ടുള്ള കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഒരു നിര തന്നെ തീർക്കാൻ പറ്റും. അങ്ങനെയാണ് തന്ത്രി ഈ വിഷയം പത്മകുമാറുമായും വാസുവുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും അവരുടെ ഒരു ഗൂഢാലോചന കിട്ടുകയും ചെയ്തു. അതിൻ്റെ ബേസിലാണ് തന്ത്രിയും ഈ പറയുന്ന കൂട്ടുകെട്ട് പൊളിറ്റിക്കൽ പാറ്റേണേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എവരുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ആംബുലൻസ്, മുഖ്യമന്ത്രിയെ കൊണ്ടൊരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനം ചെയ്യിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. കീ കൊടുത്തിട്ട് ആംബുലൻസ് കൊണ്ടുവന്നൊരു കീ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. അതിൻ്റെ ഫോട്ടോസ് വന്നു. സോണിയാഗാന്ധിയുടെ അവർക്ക് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് അവരുടെ പൂജയുമായി നടത്തി, അവർക്ക് വേണ്ടി പൂജകൾ നടത്തി. അതിൻ്റെ പ്രസാദവുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡൽഹിയിൽ അയക്കുന്നു. ജയറാമിനെ പോലുള്ളവരെ സെലിബ്രിറ്റികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണക്ട് ചെയ്യുന്നു. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒരുപാട് ജഡ്ജിമാർ, പിന്നെ ജസ്റ്റിസുമാർ, അതുപോലെ തന്നെ വക്കീലന്മാർ, പൊതുപ്രവർത്തകർ, സാമ്പത്തികമുള്ളവർ, ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും വലിയ വലിയ ആളുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണക്ട് ചെയ്തത് തന്ത്രിയാണ് എന്നൊരു സ്ഥിരീകരിക്കപ്പെടാത്ത വലിയ വാർത്തയുണ്ട്. അങ്ങനെ തന്ത്രി ഒരു ബിനാമിയെ വളർത്തിയെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ സ്മാർട്ട് ക്രിയേഷൻസ്, ഹൈദരാബാദിലെ ഏജൻസി, ഇങ്ങനെയുള്ള ഏജൻസികളുമായിട്ടും കൂടി ബന്ധം വച്ചുകൊണ്ട് അങ്ങനെ കൃത്യമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തുക എന്നുള്ള ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് അജണ്ടയാണ് ശബരിമലയിൽ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങിയത്. അതിനുശേഷം വൈക്കത്തെ ക്ഷേത്രത്തിൽ ഇതുപോലെ സ്വർണം പൂശാൻ 100 പവന്റെ സ്വർണത്തിന്റെ കഥയുമായി ബാംഗ്ലൂരിലെ ഒരു ഏജൻസി ചെന്നു. അപ്പോൾ ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയും ഹൈദരാബാദിലുള്ള ഏജൻസികളെ വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ബന്ധങ്ങളും, ഈജിപ്തിന്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈജിപ്തിന്റെ ചില ബന്ധങ്ങളും വെച്ചുകൊണ്ട്, പിന്നെ ഇറ്റലിയൊക്കെ ഉണ്ട്. ഇറ്റലിയിൽ കുറച്ച് ഈ പുരാവസ്തുവിനൊക്കെ ചില സാധ്യതകളുള്ള രാജ്യമാണ് ഈജിപ്ത്, ഇറ്റലി. ആ രാജ്യങ്ങളെ കൂടി കണക്കിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സ്വർണം അടിച്ചു മാറ്റുമ്പോൾ സ്വർണത്തിന് കിട്ടുന്ന മൂല്യമല്ല. ഇപ്പൊ 400 ഗ്രാം സ്വർണം കാണാതായി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കട്ടളപ്പടി, അല്ലെങ്കിൽ ഒരു വാതിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർണമെന്റൽ സാധനം, ഒരു സ്വർണ്ണമുള്ള സാധനം, അല്ലെങ്കിൽ സ്വർണം പൂശിയ സാധനം മാറ്റാനായി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് പൊടിഞ്ഞു വരുന്ന അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്ന കുറച്ച് സ്വർണം കിട്ടും. ഈ സ്വർണത്തിന് മോഹവില ഉറപ്പാക്കി മറ്റ് സ്ഥലങ്ങളിൽ വിറ്റ് മറ്റുള്ളവർക്കെല്ലാം, സമ്പന്നർക്കെല്ലാം കൊടുത്തൊരു മോഹവിലയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കി അതിലൂടെ റിയൽ എസ്റ്റേറ്റ് നടത്തി പോവുക എന്നുള്ളതാണ്. ഇനി ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. സ്ത്രീ പ്രവേശനത്തിന് പിന്നിൽ തന്ത്രി ഉണ്ടോ? ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ അജണ്ട തയ്യാറാക്കുന്നതിൽ തന്ത്രിക്ക് പങ്കുണ്ട്. അപ്പോഴൊരു ചോദ്യമുണ്ട്, തന്ത്രി അവസാനം എന്തിനാണ് കാല് മാറിയത്? തന്ത്രിയും പേടിച്ചു പോയി. കാര്യം വിശ്വാസി സമൂഹം വല്ലാതെ ഇളകി വന്നപ്പോൾ തന്ത്രിക്കും മാറ്റേണ്ടി വന്നു. ആദ്യകാലങ്ങളിൽ തന്ത്രിക്കും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിനും വിമാനത്താവളം താഴെ വരുന്നതിനും 200 ഏക്കർ സ്ഥലം അവിടെ അക്വയർ ചെയ്തുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നതിനുമെല്ലാം തന്ത്രി സമ്മതിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ
വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരം. അപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന്റെ സൂത്രധാരനും അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി വിധി വന്നപ്പോൾ അത് ആവേശത്തോടെ നടപ്പിലാവുന്നെങ്കിൽ നടപ്പിലാവട്ടെ എന്നുള്ളിടത്തും തന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ പറ്റിപ്പോയൊരബദ്ധം, വലിയ സമരവും ബഹളവും ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായി വലിയൊരു ജനകീയ പ്രക്ഷോഭം, നമ്മൾ ആരും കാണാത്ത, കേരളം അന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ വിമോചന സമരത്തിന് ശേഷം 57 വിമോചന സമരത്തിന് ശേഷം നമ്മളാരും കണ്ടിട്ടില്ല. വിമോചന സമരത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം, ആരും നേതൃത്വം കൊടുക്കാതെ പിന്നെയാണ് എല്ലാവരും വന്നത്. എന്നിട്ട് ഒറ്റ നേതൃത്വം ഇല്ലായിരുന്നു. BJP വേറെ ചെയ്യുന്നു, കോൺഗ്രസ് വേറെ ചെയ്യുന്നു, NSS വേറെ ചെയ്യുന്നു, SNDP വേറെ ചെയ്യുന്നു. ഒറ്റ ബാനറിലല്ലാതെ ജനങ്ങളാകെ പുറത്തിറങ്ങിയ, അത് അയ്യപ്പൻ തന്നെ പണിതായിരിക്കാം, പുറത്തിറങ്ങിയ, പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങിയ, നായർ, നമ്പൂതിരി, ബ്രാഹ്മണ സ്ത്രീകളൊക്കെ തെരുവിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിറങ്ങാണ്, നാമജപ ഘോഷയാത്രയായിട്ട്. അങ്ങനെ ഇറങ്ങിയ ജനസാഗരം കണ്ടപ്പോൾ തന്ത്രിയും തെറ്റിപ്പോയി, തന്ത്രിയും ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് ഉൾപ്പെടെയുള്ള ശബരിമലയെ ഒരു ആഗോള ടൂറിസ്റ്റ് അയ്യപ്പ ക്ഷേത്രമാക്കി, കാനന ക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റും അവിടുത്തെ വ്രതവും മറ്റു കാര്യങ്ങളെല്ലാം പോയാലും കുഴപ്പമില്ല, ഇതൊരു ആഗോള ടൂറിസ്റ്റ് അയ്യപ്പ ക്ഷേത്രമാക്കി മാറ്റാനുള്ള എല്ലാ അജണ്ടകളും ഉണ്ടായിരുന്നു. അതിൽ രണ്ടുണ്ട് ലക്ഷ്യം. ഒന്ന്, അതിൻ്റെ സ്വർണം, അതുപോലെ അതിന് കിട്ടുന്ന സംവിധാനങ്ങളുടെ പണം, റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങളുടെ പണം. ഈ കോക്കസിന് വേണ്ടി തന്ത്രി വളർത്തിയെടുത്തിയ, തന്ത്രിയുടെ വളർത്തുപുത്രനാണ്, ദത്തുപുത്രനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് നമ്മൾ ഈ മൊത്തം കണക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ വരുന്നത്. എന്നിട്ടും ശ്രീജിത്ത് പണിക്കറിനെ പോലെയുള്ളവർ, രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ വന്നിരുന്ന് ചാനലുകളിൽ വന്നിരുന്ന് തന്ത്രി എന്ത് ചെയ്തു, തന്ത്രിക്ക് കണക്കറിയാമോ, തന്ത്രിയോട് ആര് ചോദിക്കും, തന്ത്രിക്ക് എന്താണ്, മേശരിയാണോ, തന്ത്രി കൊല്ലനാണോ, ആചാര്യാണോ എന്നൊക്കെ ചോദിക്കുന്നത് പൊട്ടനെ വീണ്ടും മരപ്പൊട്ടന്മാരാക്കരുത്. തന്ത്രിക്കറിയാതെ, തന്ത്രിയോട് ചോദിക്കാതെ, തന്ത്രിയുടെ അനുവാദമില്ലാതെ ശബരിമലയിൽ നിന്നൊരു ഈച്ചയെങ്കിലും പറക്കുമോ എങ്കിൽ അദ്ദേഹം തന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അനൗപചാരികമായിട്ട്, ഔപചാരികമായിട്ട് അറിയുന്നത് പോട്ടെ, കത്ത് കൊടുത്ത് അറിയുന്നത് പോട്ടെ, അനൗപചാരികമായിട്ടെങ്കിലും തന്ത്രി ശബരിമലയിലെ ഓരോ ചലനം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തന്ത്രിയും തന്ത്രിയോടൊപ്പം നിൽക്കുന്ന പോറ്റിമാരും മേൽശാന്തി, കീഴ്ശാന്തി, കർമ്മി, പരികർമ്മി, കർമ്മി തുടങ്ങിയ കഴകക്കാർ തൊട്ട് തുടങ്ങിയ ഒരു വലിയ സമൂഹം തന്ത്രിയുടെ കൂടെ ഇല്ലേ? അവർ തന്ത്രിയോട് പറയില്ലേ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുവെന്ന്? അവർ പറയാതിരിക്കുന്നുവെങ്കിൽ തന്ത്രി ആ സ്ഥാനത്തിന് യോഗ്യനല്ല, യോഗ്യനാണ് അല്ല എന്നാണ് നമ്മുടെ വാദം. അതേസമയം ഞാൻ പറഞ്ഞ അദ്ദേഹം പരമയോഗ്യനാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ തോന്നിയവാസങ്ങൾക്കും അദ്ദേഹം ഈ മുൻതൂക്കം കൊടുത്തതും. ബാജി വാഹനം കിട്ടിയപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവച്ച് ആറന്മുള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തിരുവാഭരണം ഇരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ശബരിമലയിൽ തന്നെ ഇരിക്കട്ടെ, തൻ്റെ റൂമിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുപോയതും വിവാദമായപ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്തായാലും തന്ത്രിയുടെ ദത്തുപുത്രനാണ്, വളർത്തുപുത്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ.